ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കെ അക്കാദമി. മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ എക്സാമിൻ്റെ കൺഫർമേഷനൊക്കെ വന്നിരിക്കുന്ന സമയമാണ്. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്ത് അതിൻ്റെ കൺഫർമേഷനൊക്കെ കൊടുത്തിട്ടുള്ള ആളുകളായിരിക്കും. കൃത്യമായിട്ട് പഠിക്കണം. കൃത്യമായി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഇന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, വോയേജ് അക്കൗണ്ട്. വോയേജ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ കപ്പലുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാര്യം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ റെഫർ ചെയ്യുന്ന സമയത്ത് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യനുകൾ വന്നിട്ടില്ല. അപ്പം നിങ്ങളത് പഠിക്കേണ്ട എന്ന് വിചാരിച്ച് മാറ്റി വെക്കുകയും ചെയ്യരുത്. ഇതിനു മുമ്പ് വന്നില്ല എങ്കിൽ ചിലപ്പോൾ ഇത്തവണ എന്ത് ചെയ്യാനായിട്ട് കയറി വരാനായിട്ട് സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യനുകൾ കഴിഞ്ഞ നമ്മൾ കുറേ അധികം പ്രീവിയസ് ഇയറുകൾ നോക്കുമ്പോഴത്തേക്കിനും വന്നിട്ടുമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് വന്നില്ല എങ്കിൽ പോലും ഇതിന് മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ പല തവണയും വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഈ ഒരു ഏരിയ. വോയേജ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയയാണ്. കുറച്ചധികം കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വോയേജ് അക്കൗണ്ട് എന്ന്. വോയേജ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ടാണ്. നമുക്കറിയാം നമ്മൾ നോമിനൽ അക്കൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏതാണ് റിയൽ അക്കൗണ്ട്, അതുപോലെ തന്നെ എന്താണ് പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം വോയേജ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഏത് കാറ്റഗറിയിലാണ്? നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കാം കേട്ടോ. ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് പ്രിപ്പയർഡ് ബൈ ദ ഷിപ്പിംഗ് കമ്പനി. ഇത് പ്രിപ്പയർ ചെയ്തേക്കുന്ന ഏത് കമ്പനിയാണ്? ഷിപ്പിംഗ് കമ്പനിയാണ്. ഷിപ്പിംഗ് കമ്പനി ഞാൻ പറഞ്ഞു. ഈ വോയേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. ഷിപ്പിംഗ് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഒരു ഷിപ്പ് അല്ലെങ്കിൽ കപ്പൽ എന്നുള്ളതാണല്ലോ മലയാളത്തിൽ വരുന്നത്. കപ്പലുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കപ്പലുകളുടെ ആ ഒരു കമ്പനിയാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ഷിപ്പിംഗ് കമ്പനി ഇങ്ങനെ ഈ വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ടു ഡിറ്റർമിൻ ദ പ്രോഫിറ്റ് ഓർ ലോസസ് ഫോർ എ സ്പെസിഫിക് വോയേജ് അണ്ടർടേക്കൺ ബൈ എ ഷിപ്പ്. ഒരു ഷിപ്പ് അണ്ടർടേക്കൺ ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള വോയേജ്. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് നമ്മളുടെ ഒരു കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കുറച്ചധികം സാധന സാമഗ്രികളും ഒക്കെ ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഒരു ഷിപ്പ് എന്ത് ചെയ്യാണ്? ട്രാൻസ്പോർട്ടേഷൻ നടത്തുകയാണ്. ഒരു വോയേജ്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വോയേജ്. ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വോയേജിൽ നിന്ന് എത്രത്തോളം പ്രോഫിറ്റ് അല്ലെങ്കിൽ എത്രത്തോളം ലോസ് ജനറേറ്റഡ് ആയി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നത്. ഇറ്റ് ഹെൽപ്സ് ദ ഷിപ്പ് ഓണർ ആൻഡ് കമ്പനീസ് ട്രാക്ക് ദ ഫിനാൻഷ്യൽ റിസൾട്ട് ഓഫ് എ വോയേജ്. ഇത് എന്താണ്? ഒരു ഷിപ്പ് ഓണർക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഷിപ്പിംഗ് കമ്പനിക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വോയേജിൽ നിന്ന് എത്രത്തോളം പ്രോഫിറ്റ് അല്ലെങ്കിൽ എത്രത്തോളം ലോസ് ജനറേറ്റഡ് ആയി എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതിലൂടെ? ഈ ഒരു വോയേജ് അക്കൗണ്ടിലൂടെ. ഇത് എന്തിന് സിമിലർ ആയിട്ടാണ്? പ്രോഫിറ്റ് നമ്മുടെ സാധാരണ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂടി ഉള്ളതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും കൂടി ഉള്ളതാണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. എന്താണ് നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്രത്തോളം ഉണ്ട് എന്ന് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ എത്രത്തോളം പ്രോഫിറ്റ് അല്ലെങ്കിൽ എത്രത്തോളം ലോസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഏതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിന് സിമിലർ ആയിട്ടുള്ള അക്കൗണ്ട് ആണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു വോയേജ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബട്ട് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ വോയേജ് റാദർ ദാൻ ദ ഫിനാൻഷ്യൽ പീരീഡ്. ഇത് ഓരോ വോയേജിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫേം അല്ലെ ഒരു കമ്പനി ആയിക്കോട്ടെ, ആ കമ്പനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്ത് അക്കൗണ്ടിങ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1 ഏപ്രിൽ ടു 1 ഏപ്രിൽ തൊട്ട് 31 മാർച്ച് വരെ വരുന്ന
31 മാർച്ച് വരെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു 1 ഇയർ ആയിരിക്കും അല്ലേ. ആ 1 ഇയറിനുള്ളിൽ നടന്നേക്കുന്ന എല്ലാ ട്രാൻസാക്ഷനുകളും വെച്ചുകൊണ്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പീരീഡ് ഉണ്ട്. ആ ഒരു പീരീഡിനകത്ത് നടന്നിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും വെച്ചുകൊണ്ട് ആ കമ്പനി ആ ഒരു വർഷത്തിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ഇതിന് സിമിലർ ആയിട്ടുള്ളതാണ് വോയേജ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇതൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വോയേജിനെ സംബന്ധിച്ചുള്ളതാണ്. അതിലൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള പീരീഡ് ഉണ്ടായിരിക്കില്ല. ബിക്കോസ് ഇന്ന് അതായത് 2021 പോകുന്ന കപ്പൽ ചിലപ്പോൾ എന്താണ് 2022 കഴിഞ്ഞ് 2023 ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്. അത്രയും ലോങ് പീരീഡിലായിരിക്കും, അല്ലെങ്കിൽ വളരെ ഷോർട്ട് പീരീഡിലേക്ക് എത്താം. അപ്പോൾ ആ ഒരു എത്രയാണോ ആ വോയേജ് എടുക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ കാലാവധി എത്രയാണോ അത് മാത്രമായിരിക്കും ഏതിൽ അക്കൗണ്ട് ചെയ്യുന്നത്, വോയേജ് അക്കൗണ്ട് ചെയ്യുന്നത്. അല്ലാതെ എന്തില്ല, ഒരു പർട്ടിക്കുലർ ഒരു ഇയറിനുള്ളിൽ ഉള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെസിഫൈഡ് പീരീഡ് ഉണ്ടായിരിക്കില്ല. അതാണ് പറഞ്ഞേക്കുന്നത്. സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബട്ട് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ആൻ ഇൻഡിവിജ്വൽ വോയേജ് റാദർ ദാൻ ദ ഫിനാൻഷ്യൽ. ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വോയേജിനും എത്രത്തോളം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ വോയേജിന് എത്രത്തോളം പ്രോഫിറ്റ് അല്ലെങ്കിൽ എത്രത്തോളം ലോസ് ജനറേറ്റഡ് ആയി എന്ന് അസർട്ടൈൻ ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, വോയേജ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇയറിൽ ആ കമ്പനിയിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും എല്ലാ മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷനുകളും റെക്കോർഡ് ചെയ്ത് അതിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നത്. അല്ലെങ്കിൽ ഇത് സിമിലർ ആയിട്ടുള്ള ഒന്നാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഡിഫറൻസ് ഇതിൽ ഉണ്ട്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഷിപ്പ് ഓണേഴ്സ് ആൻഡ് കമ്പനീസ് ടു ട്രാക്ക് ദ ഫിനാൻഷ്യൽ റിസൾട്ട് ഓഫ് എ വോയേജ്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വോയേജിലെ ഫിനാൻഷ്യൽ റിസൾട്ട് എത്രത്തോളം ഉണ്ട്, അതല്ലെങ്കിൽ അതിന്റെ ഫിനാൻഷ്യൽ റിസൾട്ട് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. അതായത് ലോസിലാണോ പ്രോഫിറ്റിലാണോ ഒരു വോയേജ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലോസിലുള്ള വോയേജുകൾ ഏതാണ്, പ്രോഫിറ്റിലുള്ള വോയേജുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. നമുക്കൊരു ഈ വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൺസിഡറിംഗ് ദ ബോത്ത് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ഇൻക്വയർഡ് ഡ്യൂറിംഗ് എ പർട്ടിക്കുലർ ജേർണി. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ജേർണി, അതായത് ഇനി ഒരു സ്ഥലത്ത് നിന്നും ഇനി ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയി. ആ ഒരു എന്താണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്ക വരെയാണ് ഷിപ്പ് പോയെങ്കിൽ ആ ഒരു പോയ കാലയളവിൽ എത്രത്തോളം പ്രോഫിറ്റ് അല്ലെങ്കിൽ എത്രത്തോളം ലോസ് ജനറേറ്റഡ് ആയി, എത്രത്തോളം റവന്യൂ അല്ലെങ്കിൽ എത്രത്തോളം എക്സ്പെൻസ് ഇൻക്വയർ ആയി എന്നുള്ള കാര്യം അസർട്ടൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്, ഈ വോയേജ് അക്കൗണ്ടിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. മക്കളെ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കണം, ശരിയാണോ എന്ന് മനസ്സിലാക്കുക. അടുത്തതെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് വോയേജ് അക്കൗണ്ട്. വോയേജ് അക്കൗണ്ടിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ പഠിച്ചു വെക്കേണ്ടതാണ്. ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കിയാൽ എന്താണ് പറയുന്നത്, ടു അസർട്ടൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് വോയേജ് സെപ്പറേറ്റ്ലി. ഓരോ വോയേജും സെപ്പറേറ്റ് ആയിട്ട് എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, വോയേജ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ടു ഐഡന്റിഫൈ ദ ഏരിയ ഓഫ് കോസ്റ്റ് എഫിഷ്യൻസി ആൻഡ് ഇൻഎഫിഷ്യൻസി. ഏത് ഏരിയയിലാണ് നമുക്ക് കോസ്റ്റ് വളരെയധികം കുറയ്ക്കാനായിട്ട് പറ്റിയ, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വോയേജ് ഏതാണ്, എവിടെയാണ് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്, വോയേജ് അക്കൗണ്ടിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തത് എന്താണ്, ടു അലോക്കേറ്റ് ദ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഓഫ് വോയേജ് കറക്റ്റ്ലി. ഒരു വോയേജിൻ്റെ അകത്ത്, ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ വോയേജിൻ്റെ അകത്ത് എന്തെല്ലാമാണ് ഡയറക്റ്റ് ആയിട്ട് ഇൻക്വയർ ആയത്, എന്തെല്ലാമാണ് ഇൻഡയറക്റ്റ് ആയിട്ടുണ്ടായ എക്സ്പെൻസുകൾ എന്നെല്ലാം കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അലോക്കേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഏതിലൂടെ സാധിക്കുന്നുണ്ട്, വോയേജ് അക്കൗണ്ടിലൂടെ സാധിക്കുന്നുണ്ട്. ടു ഫെസിലിറ്റേറ്റ് ദ ഡിസിഷൻ മേക്കിംഗ് ഫോർ ഫ്യൂച്ചർ വോയേജ്. അപ്പം നമുക്കിങ്ങനെ എഫിഷ്യൻ്റ് ഏതാണ്, ഇൻഎഫിഷ്യൻ്റ് ഏതാണ്, ഏത് ഏരിയയാണ് ബ്രേക്കർ, ഏത് ഏരിയയാണ് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഏത് ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് ഫ്യൂച്ചർ വോയേജുകളെ പറ്റിയുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോപ്പർ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ടു ഫെസിലിറ്റേറ്റ്സ് ദ ഡിസിഷൻ മേക്കിംഗ് ഫോർ ഫ്യൂച്ചർ വോയേജസ്. ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതകളാണ്. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് വോയേജ് അക്കൗണ്ട്. വോയേജ് അക്കൗണ്ടിന്റെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക ഏതെല്ലാമാണ് വോയേജ് അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു വോയേജ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് അറിയാലോ അല്ലേ, നോമിനൽ, റിയൽ, പേഴ്സണൽ, പലതരത്തിലുള്ള അക്കൗണ്ട് ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്
റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ മൊഡ്യൂളിൻ്റെ അകത്തുള്ളതാണ്. ഇല്ലെങ്കിൽ ആ വീഡിയോ എടുത്ത് പോയി കാണണം കേട്ടോ. അതിൻ്റെ അകത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് നോമിനൽ അക്കൗണ്ട്, എന്താണ് റിയൽ അക്കൗണ്ട്, എന്താണ് പേഴ്സണൽ അക്കൗണ്ട് എന്നൊക്കെ. അപ്പം എന്താണ് ഈ വോയേജ് അക്കൗണ്ട് എന്ന് പറയുന്നത്? എന്താണ് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്, സിമിലർ ടു ഇൻകം സ്റ്റേറ്റ്മെന്റ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ മറ്റൊരു പേരാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റിന് സിമിലർ ആയിട്ടുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത്, ഇൻകം സ്റ്റേറ്റ്മെന്റിന് സിമിലർ ആയിട്ടുള്ള ഒരു നോമിനൽ അക്കൗണ്ട് ആണ് ഏതെന്ന് പറയുന്നത്, വോയേജ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഈച്ച് വോയേജ് സെപ്പറേറ്റ്ലി. ഓരോ വോയേജും എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ഡയറക്റ്റ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ദ വോയേജ്. ഒരു വോയേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കോർഡഡ് ഓൺ ദ അക്രൂവൽ ബേസിസ്. അക്രൂവൽ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻകവും എക്സ്പെൻസും ഒക്കെ. അക്രൂവൽ ബേസിസ് ഒക്കെ നമ്മൾ പ്രിൻസിപ്പിൾസ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള കേട്ടോ. അക്രൂവൽ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകവും എക്സ്പെൻസും ഒക്കെ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. വോയേജ് അക്കൗണ്ടിൽ ഇൻകവും എക്സ്പെൻസും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അക്രൂവൽ ബേസിസിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് വോയേജ്. ഓരോ വോയേജിൽ നിന്നും എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റഡ് ആയി എന്ന് മനസ്സിലാക്കാനൊക്കെ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. വോയേജ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വോയേജ് അക്കൗണ്ട് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വോയേജ് അക്കൗണ്ടിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതൊരു നോമിനൽ അക്കൗണ്ട് ആണ്, അത് ഇതിന്റെ സിമിലർ ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റിന്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സിമിലർ ആണ്. അത് ഓരോ വോയേജസും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, എല്ലാ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇൻകവും എക്സ്പെൻസും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് അക്രൂവൽ ബേസിസിലാണ്. അതുപോലെ തന്നെ എന്താണ്, പ്രോഫിറ്റബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സെപ്പറേറ്റ്ലി ഓരോ വോയേജും സെപ്പറേറ്റ്ലി പ്രോഫിറ്റബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്, വോയേജ് അക്കൗണ്ടിലൂടെ സാധിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ വോയേജ് അക്കൗണ്ട്. വോയേജ് അക്കൗണ്ടിലെ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ ടി ഫോർമാറ്റിലാണ് വോയേജ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ടി ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കുക, എന്താണ് ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ വോയേജ് അക്കൗണ്ട്സിനകത്ത് ഇൻക്ലൂഡഡ് ആകുന്ന അതിൻ്റെ വോയേജ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്താണ് വരുന്നത്, റവന്യൂസ് ആണ് വരുന്നത്. റവന്യൂസ് എന്ന് പറഞ്ഞാൽ ഏതെല്ലാം രീതിയിലാണ് ഒരു വോയേജിന്റെ അകത്ത് ഇൻകം ജനറേറ്റഡ് ആകുന്നത്, ആ ഇൻകംസ് എല്ലാം എവിടെയാണ് വരുന്നത്, ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. എന്തൊക്കെയായിരിക്കും? ഫ്രൈറ്റ് ഏൺഡ് അല്ലെ, അതായത് നമ്മൾ എന്താണ് എമൗണ്ട് റിസീവ്ഡ് ചെയ്ത ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് അല്ലെ, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ ആ ഗുഡ്സുകൾ ഒരു ചരക്കുകൾ എന്ന് പറയാം, ചരക്ക് ഗുഡ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടാറുണ്ട്, അതിനൊരു certain amount of money നമ്മൾ റിസീവ് ചെയ്യാറുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്രൈറ്റ് ഏൺഡ്. അതൊരു റവന്യൂ ആണ്. ഒരു വോയേജ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത് റവന്യൂ ആണ്. അത് വോയേജ് അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ് കാണിക്കുന്നത്, ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അടുത്താണ് പാസേജ് മണി. പാസേജ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്, യാത്രക്കാർ പോകാറുണ്ട് അല്ലെ, ഈ എന്താണ് നമ്മൾ ഈ കപ്പലിലൂടെ അല്ലെങ്കിൽ ഷിപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പാസഞ്ചർ മണിയായിട്ട് റിസീവ് ചെയ്യാറുണ്ട്. അതും എന്താണ്, ഒരു വോയേജ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂ ആണ്, ഏർണിങ്സ് ആണ്. അടുത്തതെന്ന് പറയുന്നതാണ് എന്താണ്, പ്രിമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ഫ്രൈറ്റ് ചാർജ് പെയ്ഡ് ഫോർ എ സ്പെഷ്യൽ സർവീസസ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള സർവീസസ്, ഇപ്പോൾ നമ്മളൊരു ഗുഡ്സ് കൊണ്ടുപോവുകയാണ്, ആ ഗുഡ്സിന് എന്താണ് പ്രോപ്പറായിട്ട് കെയർ ചെയ്യേണ്ട ഗുഡ്സാണ്, അതിന് അഡീഷണൽ ആയിട്ടുള്ള കെയർ കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ എന്താണ് കുറച്ച് സമയം കൂടുമ്പോൾ അതിനെന്താണ് ഫ്രീസ് ചെയ്യേണ്ട വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്യണം. അങ്ങനെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സർവീസസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മേടിക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള ഫ്രൈറ്റ് ചാർജ് ആണ് എന്തെന്ന് പറയുന്നത്, പ്രിമേജ് എന്ന് പറയുന്നത്. അതും എന്താണ്, ഒരു റവന്യൂ ആണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് സബ്സിഡീസ് നമുക്ക് കിട്ടാറുണ്ട്. ഗവൺമെന്റ് സബ്സിഡീസ് പറഞ്ഞാൽ ഇഫ് ആപ്ലിക്കബിൾ ഫോർ സർട്ടൻ റൂട്ട്സ്, ചില റൂട്ടുകളിലൂടെ സർവീസ് നടത്തുമ്പോൾ, ചില റൂട്ടുകളിലൂടെ നമ്മൾ പോകുന്നതിന് നമുക്ക് ഗവൺമെന്റിന് എന്ത് കിട്ടാറുണ്ട്, സബ്സിഡീസ് കിട്ടാറുണ്ട്. അതും എന്ത് തന്നെയാണ്, ഒരു ഇൻകം ആണ്, അല്ലെങ്കിൽ ഒരു റവന്യൂ ആണ്. അതും നമ്മൾ എവിടെയാണ് എഴുതുന്നത്, വോയേജ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അടുത്തതാണ് സെയിൽ ഓഫ് സ്ക്രാപ്പ്. സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഷിപ്പ് പാർട്ട്, അതായത് നമ്മുടെ ഷിപ്പിന്റെ ഓൾഡ് ആയിട്ടുള്ള പാർട്ടുകളൊക്കെ അല്ലെങ്കിൽ മെറ്റീരിയലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സെയിൽ ചെയ്യാറുണ്ട്. ആക്രി എന്ന് പറയത്തില്ലേ, ആക്രിയൊക്കെ നമ്മൾ വിൽക്കാറുണ്ട്. ആ ഒരു ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ആ ഷിപ്പിന്റെ ആക്രികൾ അങ്ങനെ വിൽക്കുമ്പോൾ കിട്ടുന്നതും എന്താണ്, ഈ വോയേജ് അക്കൗണ്ടിൽ അത് ആ ഒരു വോയേജിന്റെ അതെന്താണ്, റവന്യൂ ആണ്. അത് എവിടെ വരും, അത് റവന്യൂ സൈഡ്, അതായത് ഏതാണ്, ക്രെഡിറ്റ് സൈഡിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എഴുതുന്നത്. ഇനി എക്സ്പെൻസസ് ഇതിൻ്റെ അകത്ത് നമ്മൾ വരാറുണ്ട്. നമ്മുടെ വോയേജ് അക്കൗണ്ടിൽ എക്സ്പെൻസസ് നമ്മൾ എഴുതാറുണ്ട്. എക്സ്പെൻസസ് എഴുതുന്ന ഏത് സൈഡിലാണെന്ന് ഓർത്ത് വെച്ചോണം. ഏത് സൈഡിലാണ്, ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എക്സ്പെൻസസ് എഴുതുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്താണ്, പോർട്ട് ചാർജസ്. ഓരോ പോർട്ടിലും ചെല്ലുമ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും, അവിടെ ചാർജസ് അല്ലെ, അവിടെ സർവീസസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഫീസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഫീസിനെയാണെന്ന് പറയുന്നത് പോർട്ട് ചാർജ്. അതൊരു എക്സ്പെൻസ് ആണ്. ഫീ പെയ്ഡ് അറ്റ് പോർട്ട് ഫോർ, അതായത് ഫീ നമ്മൾ പേ ചെയ്യുകയാണ് ഒരു പോർട്ടിൽ
ചെല്ലുമ്പോഴത്തേക്കിനും അവരവിടെ തരുന്ന സർവീസിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഫീ പേ ചെയ്യാറുണ്ട്. അതിനെയാണ് പോർട്ട് ചാർജസ് എന്ന് പറയുന്നത്. അടുത്തതാണെന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കി, എന്താണ് ബങ്കേഴ്സ് അല്ലെങ്കിൽ കൂൾ ആൻഡ് ഫ്യൂവലുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇന്ധനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നിറയ്ക്കാറുണ്ട്. അതിന് നമ്മൾക്ക് എന്താണ് ചിലവാകാറില്ലേ, അതും എന്താണ് എക്സ്പെൻസസ് ആണ് അല്ലെ. ഫ്യൂവൽ കൺസ്യൂംഡ് ഡ്യൂറിങ് ദ വോയേജ്, ആ ഒരു വോയേജിന്റെ യാത്രയിൽ ആവശ്യമായിട്ടുള്ള ഫ്യൂവലുകൾ അതെന്തിനാണ്, നമ്മളുടെ എക്സ്പെൻസ് ആണ്. അപ്പോൾ അതും നമ്മൾ എവിടെയാണ് എഴുതുന്നത്, ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അടുത്തത് വേജസ്, സാലറി. അപ്പോൾ ഈ ഒരു അവിടുത്തെ ക്രൂ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഒരുപാട് ആ ഒരു വോയേജ് പ്രോപ്പർ ആയിട്ട് പോകണമെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അതിൽ ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. അവർക്കൊക്കെ കൊടുക്കുന്ന സാലറി അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന വേജസ്, അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റ്, അതാണ് എന്ന് പറയുന്നത് വേജസ് ആൻഡ് സാലറീസിനകത്ത് വരുന്നത്. അതും ഒരു എക്സ്പെൻസ് ആണ്, അതും ഇവിടെ വരും, ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ്. അടുത്താണ് ഇൻഷുറൻസ്, അതായത് മറൈൻ ഇൻഷുറൻസ് ഓരോ ഷിപ്പിനും ഓരോ കാർഗോയ്ക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതും ഓരോ വോയേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു വോയേജ് അക്കൗണ്ടിൽ അതും എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എവിടെയാണ് എഴുതുന്നത്, ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അടുത്ത ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യാത്രയിൽ ഒരു ഫിക്സഡ് അസറ്റ് അല്ലെ, ഒരു അസറ്റ് ആണല്ലോ. ഈ അസറ്റ് യാത്ര ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ വോയേജ് അല്ലെങ്കിൽ ഒരു ഷിപ്പിന് എന്ത് സംഭവിക്കുന്നുണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ടാകാറുണ്ട് അല്ലെ. അതായത് തേയ്മാനം ഉണ്ടാകാറുണ്ട്. വിയർ ആൻഡ് ടിയറിലൂടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗത്തിലൂടെ അതിന്റെ എന്താണ് മൂല്യത്തിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇതും എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഒരു എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തതാണ് എന്ന് പറയുന്നത് സ്റ്റോഴ്സ് ആൻഡ് പ്രൊവിഷൻസ്, അതായത് ഫുഡ് ആൻഡ് അതർ സപ്ലൈ ഫോർ ദ ക്രൂ ആൻഡ് പാസഞ്ചേഴ്സ്. ക്രൂവിനും പാസഞ്ചേഴ്സിനും ഒക്കെ എന്താണ് ഫുഡും മറ്റ് ഫെസിലിറ്റീസും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്, നമുക്ക് പൈസ ചിലവുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെയാണ് അതും എന്താണ് ഒരു എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എവിടെ വരുന്നതാണ്, വോയേജ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ്. അടുത്താണ് ഏജൻസി കമ്മീഷൻസ്, അതായത് പെയ്ഡ് ടു ദ ഏജന്റ് ഫോർ അറേഞ്ചിങ് ദ കാർഗോ. ഈ കാർഗോയെയും കാർഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് ഷിപ്പിൽ കൊണ്ടുപോകാനുള്ള ചരക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താണ് എക്യുപ്മെന്റുകൾ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തരുന്ന ആൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പാസഞ്ചേഴ്സിനെ എത്തിക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് കൊടുക്കാറുണ്ട്, കമ്മീഷൻ കൊടുക്കാറുണ്ട്. അതും എന്തായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓർത്ത് വെച്ചാണ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് എന്ന് പറയുന്നത് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ അപ്കീപ്പ് ഓഫ് ദി വെസൽസ്, അതായത് വെസൽസുകൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, അതായത് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള അതിന് ലൂബ്രിക്കേഷൻ കൊടുത്ത് അതിന് വേണ്ട മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ചിലവുകളുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസിൻ്റെ അകത്ത് വരുന്നത്. അതും എന്ത് തന്നെയാണ്, ഒരു എക്സ്പെൻസ് ആണ്. ഏത് സൈഡിലാണ്, ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നോക്കുക, ഒരു ടി ഫോർമാറ്റിലാണ് എന്ന് ഞാൻ പറഞ്ഞു. ടി ഫോർമാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുണ്ടോ, ഇങ്ങനെ നടുക്കൂടെ ഒരു വര വന്ന് അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്, രണ്ട് സൈഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് ടി ഫോർമാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ഫോർമാറ്റ് ഓഫ് വോയേജ് അക്കൗണ്ട് ആണ്. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. അപ്പോൾ ഈ സൈഡ് ഏതാണ്, ഡെബിറ്റ് സൈഡ് അല്ലെ. ഈ സൈഡാണ് ഡെബിറ്റ് സൈഡ്, ഈ സൈഡ് ഏതാണ്, ക്രെഡിറ്റ് സൈഡ് അല്ലെ. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കിട്ടി. ഡെബിറ്റ് സൈഡിലെ എമൗണ്ട്, ഡെബിറ്റ് സൈഡ് വരുന്ന എന്തൊക്കെയാണ്, എക്സ്പെൻസുകളാണ് അല്ലെ. അതായത് നമ്മുടെ ഫ്യൂവലിൻ്റെ ഒക്കെ കോസ്റ്റ്, അതുപോലെ തന്നെ സാലറി, ക്രൂവിന് കൊടുക്കുന്ന സാലറി, അതുപോലെ തന്നെ ഏജന്റിന് കൊടുക്കുന്ന കമ്മീഷൻ, ഡിപ്രീസിയേഷൻ, സ്റ്റോർ കൺസ്യൂംഡ്, അതുപോലെ മാനേജേഴ്സ് കമ്മീഷൻ, അങ്ങനെയുള്ള ബ്രോക്കറേജ്, ഇൻഷുറൻസ്, ഇങ്ങനെയൊക്കെ വരുന്ന എന്താണ് നമ്മളുടെ പ്രോപ്പറായിട്ട് നമുക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്ന ചെലവുകളാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. അത് വരവുകൾ, നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ, ഫ്ലൈറ്റിലൂടെ കിട്ടുന്നത്, അതുപോലെ തന്നെ എന്താണ് പാസഞ്ചേഴ്സിൽ നിന്ന് കിട്ടുന്നത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള വരുമാനം, പ്രിമേജിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഇങ്ങനെയുള്ള വരുമാനങ്ങളാണ് ഏത് സൈഡിൽ നിന്ന്, ക്രെഡിറ്റ് സൈഡ് വരുന്നത്. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടും. ഈ സൈഡ് ആണെങ്കിൽ, ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ, ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ കൂടുതലും വരുമാനം കൂടുതലും ചെലവ് കുറവുമാണ് എങ്കിൽ നമുക്ക് എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും. ഇനി എന്താണ്, ചെലവ് കൂടുതലും വരുമാനം കുറവുമാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമുക്ക് ലോസ് ആയിരിക്കും. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ, എങ്ങനെയാണ് എന്നുള്ള കാര്യം. ഇനി അടുത്ത് നോക്കാം, പ്രിപ്പറേഷൻ ഓഫ് വോയേജ് അക്കൗണ്ട്. വോയേജ് അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ്. എ വോയേജ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടി അക്കൗണ്ട് ഫോർമാറ്റ്. ടി അക്കൗണ്ട് ഫോർമാറ്റിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ട് സൈഡാണുള്ളത്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഇൻക്ലൂഡ്സ് ഓൾ ദ എക്സ്പെൻസസ് ഇൻക്വയർഡ് ദ വോയേജിലെ എല്ലാ എക്സ്പെൻസുകളും ഇൻക്വയർ ചെയ്യുന്നത് ഡെബിറ്റ് സൈഡും. ഓൾ ദ റവന്യൂസ് ഏൺഡ്, അതായത് വോയേജിലൂടെ കിട്ടുന്ന റവന്യൂസ്, അതായത് ഫ്ലൈറ്റ്, പാസേജ് മണി, അതർ ഇൻകംസ് എല്ലാം നമ്മൾ എവിടെയാണ് വരുന്നത്, ക്രെഡിറ്റ് സൈഡിലുമാണ് വരുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ, നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഇത് കേട്ടോ. ഓർത്ത് വെക്കുക, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് എ വോയേജ് അക്കൗണ്ട് ഈസ് ഇൻകറക്റ്റ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് വോയേജ് അക്കൗണ്ടിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, എന്താണ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ സ്പെസിഫിക് ഫിനാൻഷ്യൽ ഇയർ. ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടിയാണ്, ആണോ? അല്ല. പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടിയാണോ? അല്ല. അതായത് ഈച്ച് വോയേജ് സെപ്പറേറ്റ്ലി ആണ്. വോയേജ് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്, ശരിയാണ്. പിന്നെ അടുത്ത് നോക്കിയേ, ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ബോത്ത് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ഫോർ എ വോയേജ്, ശരിയാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി വോയേജ്, ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ തെറ്റായിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചാൽ തെറ്റായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, അല്ലേ മക്കളെ?
മനസ്സിലായോ? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ സ്പെസിഫിക് ഫിനാൻഷ്യൽ ഇയർ എന്നുള്ളത് തെറ്റാണ്. വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഫോർ ഈച്ച് സ്പെസിഫിക് വോയേജ്, ഓരോ വോയേജിനെ ബേസ് ചെയ്തിട്ടാണ്. നോട്ട് എ ഫിനാൻഷ്യൽ ഇയർ. ഇറ്റ് ഫംഗ്ഷനിങ് സിമിലർലി ടു എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സിമിലർ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിലും ഓരോ വോയേജ് സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, ഇൻ വോയേജ് അക്കൗണ്ട് വേർ ഈസ് ഫ്രൈറ്റ് ഏൺഡ്. ഫ്രൈറ്റ് ഏൺഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻകം ആണ്, അല്ലെങ്കിൽ ഒരു റവന്യൂ ആണ്. റവന്യൂ ആണെങ്കിൽ അത് ഏത് സൈഡിലാണ് എഴുതുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. വോയേജ് അക്കൗണ്ട് ഏത് സൈഡിലാണ്? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. ഫ്രൈറ്റ് ഏൺഡ് ഈസ് എ റവന്യൂ ജനറേറ്റഡ് ഫ്രം ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജനറേറ്റഡ് ആകുന്ന ഇൻകം ആണ്, അല്ലെങ്കിൽ റവന്യൂ ആണ് ഏതെന്ന് പറയുന്നത്? ഫ്രൈറ്റ് ഏൺഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏത് സൈഡിലാണ് എഴുതുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. മക്കളെ കൃത്യമായിട്ട് പഠിക്കുക. ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് നമ്മളുടെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ എന്താണ് നമ്മളുടെ വോയേജ് അക്കൗണ്ടിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഞാനിപ്പം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഏരിയയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാഴിയുണ്ടെങ്കിൽ ചോദിക്കുക, കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. കൂടുതൽ MCQs വർക്കൗട്ട് ചെയ്യുക, എക്സാമുകൾ പ്രോപ്പറായിട്ട് എഴുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്